LPG സിലിണ്ടർ ഇനി കിട്ടില്ലേ? ഓഗസ്റ്റ് 16 കഴിഞ്ഞ കണക്ഷൻ ബ്ലോക്ക് ആവുമോ? കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ സത്യമാണോ അതോ വ്യാജമാണോ? ഇതിന്റെ എല്ലാം സത്യാവസ്ഥ നമുക്ക് പരിശോധിക്കാം. നമ്മുടെ ഓരോ വീട്ടിലും ദിവസം ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സാധനമാണ് LPG ഗ്യാസ് സിലിണ്ടർ. രാവിലെ ചായ ഉണ്ടാക്കുന്നതിൽ നിന്ന് തുടങ്ങി ദിവസത്തിലെ എല്ലാ പാചക ആവശ്യങ്ങൾക്കും നമ്മൾ ആശ്രയിക്കുന്നത് ഈ ഗ്യാസ് കണക്ഷനെയാണ്. പക്ഷേ നിങ്ങളുടെ ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന അപ്ഡേറ്റ് ഇപ്പോൾ നടക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ LPG കണക്ഷനിൽ EKYC പൂർത്തിയാക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ ആധാർ വിവരങ്ങൾ ഗ്യാസ് കണക്ഷനുമായി ശരിയായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ? ഇതൊക്കെ എങ്ങനെയാ ചെയ്യേണ്ടത്, എന്താണ് ഇതിന്റെ അപ്ഡേറ്റ് എന്നറിയാതെ പലരും ഇരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ കൃത്യമായി ഇത് പരിശോധിക്കാൻ പോവുകയാണ്. LPG EKYC എന്താണ്, ആരൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്, എങ്ങനെ വീട്ടിലിരുന്ന് ചെയ്യാം, ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും, സബ്സിഡി ലഭിക്കുന്നവർ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം. അതിനാൽ വീഡിയോ അവസാനം വരെ കാണുക. കാരണം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവസാന ഭാഗത്തേക്കാണ് പറയുന്നത്. അപ്പം ആരും സ്കിപ്പ് അടിക്കരുത് കേട്ടോ. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ബോസ് ബാല മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ രചന. അപ്പം ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ എന്താണ് നോക്കി നിൽക്കുന്നത്? പെട്ടെന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ള കോണ്ടന്റ്സ് ആണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. അപ്പം സമയമില്ല, നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് LPG EKYC എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. EKYC എന്നത് ഇലക്ട്രോണിക് നോ യുവർ കസ്റ്റമർ എന്നതിന്റെ ചുരുക്കപ്പേരാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ LPG കണക്ഷന്റെ യഥാർത്ഥ ഉടമ ആരാണ് എന്ന് ഡിജിറ്റൽ രീതിയിൽ സ്ഥിരീകരിക്കുന്ന ഒരു പ്രക്രിയയാണ്. നമ്മൾ ഈ ബാങ്ക് അക്കൗണ്ട് അതുപോലെ മൊബൈൽ സിം ഇത് എടുക്കുന്ന സമയത്തൊക്കെ KYC ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെയും LPG കണക്ഷനിലും ഈ സ്ഥിരീകരണം നടക്കേണ്ടതുണ്ട്. ഇതിലൂടെ ശരിയായിട്ടുള്ള കസ്റ്റമറിന് സേവനം ലഭിക്കുക, അതുപോലെ വ്യാജ കണക്ഷൻസ് ഒക്കെ ഒഴിവാക്കുക, സബ്സിഡി ആനുകൂല്യങ്ങൾ അർഹരായ ആളുകളിലേക്ക് മാത്രം എത്തിക്കുക എന്നിവയൊക്കെയാണ് ഇവർ ലക്ഷ്യമിടുന്നത്. അപ്പൊ ഇപ്പോൾ ഇന്ത്യയിലെ പ്രധാന LPG കമ്പനികളായ ഇന്ത്യൻ ഓയിൽ, അതായത് ഇന്ത്യൻ ഗ്യാസ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം HB ഗ്യാസ് ആൻഡ് ഭാരത് പെട്രോളിയം ഭാരത് ഗ്യാസ് എന്നിവയിലെ ഉപഭോക്താക്കൾക്ക് അത് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഈ EKYC സൗകര്യം ഇപ്പൊ ലഭ്യമാണ്. പ്രത്യേകിച്ച് PM ഉജ്ജ്വല യോജന വഴി കണക്ഷൻ ലഭിച്ചവരും അതുപോലെ LPG സബ്സിഡി ലഭിക്കുന്നവരും ഏറെക്കാലമായിട്ട് ഇപ്പം ഈ വിവരങ്ങളൊന്നും പുതുക്കാത്ത ആൾക്കാരും ഉണ്ടല്ലോ, ഇവരൊക്കെ പ്രത്യേകമായിട്ട് ഇത് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അതായത് എല്ലാവരും ഇപ്പൊ പറയുന്നത് LPG നമ്മൾ ഗ്യാസ് കണക്ഷൻ EKYC ചെയ്തിട്ടില്ലെങ്കിൽ കട്ടാവും, ലൈക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പല തരത്തിലുള്ള മെസ്സേജ് ആയിട്ടും വീഡിയോ ആയിട്ടും റൈറ്റിംഗ്സ് ആയിട്ടും ഒക്കെ നമുക്ക് വരുന്നുണ്ട്. ദാറ്റ് ഇസ് EKYC ചെയ്തില്ലെങ്കിൽ സിലിണ്ടർ കിട്ടില്ല എന്നുള്ളത്. ആൻഡ് അതിനോടൊപ്പം തന്നെ ഒരു തീയതി കഴിഞ്ഞാൽ കണക്ഷൻ ബ്ലോക്ക് ആവും എന്നുള്ളത്. ഇതൊക്കെ സത്യമാണോ? യെസ്, കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ കസ്റ്റമേഴ്സ്, നിങ്ങൾ എൻ്റെ മുമ്പിലിരിക്കുന്ന അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ അറിയേണ്ട കാര്യമാണ്. അതായത് EKYC ചെയ്യാത്തത് കൊണ്ട് രാജ്യവ്യാപകമായി എല്ലാവരുടെയും LPG വിതരണം പെട്ടെന്ന് നിർത്തുമെന്ന ഔദ്യോഗിക അറിയിപ്പൊന്നുമില്ല. എന്നാൽ ഭാവിയിലെ സേവനങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് EKYC പൂർത്തീകരിക്കുന്നത് നല്ലതാണ്. ഒപ്പം നമ്മൾ കേരളത്തിലുള്ളവർക്ക് അത് ചെയ്യാൻ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓഗസ്റ്റ് 16 ആണ്. ഓഗസ്റ്റ് 16 മുന്നേ ഓഗസ്റ്റ് 15 നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇനി എങ്ങനെയാണ് LPG EKYC ചെയ്യുക അത് നോക്കിയാലോ? ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, പലർക്കും അറിയാത്ത ഭാഗം. ഇതിന് പ്രധാനമായിട്ടും 3 മാർഗങ്ങളുണ്ട്. അതിൽ ഒന്നാമതായി മൊബൈൽ വഴി ഓൺലൈൻ EKYC. അതായത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്ന ഒരു മാർഗമാണിത്. നിങ്ങളുടെ LPG കമ്പനിയുടെ ഔദ്യോഗിക മൊബൈൽ ആപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഇന്ത്യൻ ഓയിൽ ഉപഭോക്താക്കൾക്ക് ഇന്ത്യൻ ഓയിൽ വൺ ആപ്പ്, HP ഗ്യാസ് ഉപഭോക്താക്കൾക്ക് HP പേ പോലുള്ള ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളുണ്ട്. അതിനുശേഷം അതായത് നിങ്ങളുടെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ആൻഡ് ആധാർ ഒത്തന്റിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അവിടെ നിങ്ങളുടെ ആധാറിന്റെ വിവരങ്ങൾ കൃത്യമായിട്ട് നൽകുക. ഫേസ് ഒതന്റിക്കേഷൻ അല്ലെങ്കിൽ ആവശ്യമായ വെരിഫിക്കേഷൻ പൂർത്തിയാക്കുക. ഇതുപോലെ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ആരുടെ ഹെൽപ്പ് ഇല്ലാതെ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഗ്യാസ് ഏജൻസി സന്ദർശിക്കുക. അതായത് നിങ്ങൾക്ക് മൊബൈൽ വഴി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അത് അറിയില്ല, പോസിബിൾ ആവുന്നില്ല എങ്കിൽ അടുത്തുള്ള LPG ഡിസ്ട്രിബ്യൂട്ടർ ഓഫീസിൽ നിങ്ങൾക്ക് പോകാം. അപ്പൊ നിങ്ങൾ വെറുതെ പോയാൽ പോരാ, പോകുന്ന സമയത്ത് കുറച്ച് ഡോക്യുമെന്റ്സ് കൊണ്ടുപോകണം. അതെന്തൊക്കെയാണ്? ഒന്നാമതായി ആധാർ കാർഡ്, രണ്ടാമതായി നിങ്ങളുടെ LPG കൺസ്യൂമർ നമ്പർ അഥവാ ഗ്യാസ് ബുക്ക് വേണം, മൂന്നാമതായി നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ. ആ നമ്പർ നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ കൊണ്ടുപോകണം, കാരണം OTP ഒക്കെ വരും. സോ അവിടെ അവർ ബയോമെട്രിക് ഒത്തന്റിക്കേഷൻ വഴി EKYC വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തു തരും.
നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നാളെ സംഭവിക്കുക, അല്ലെങ്കിൽ ഈ അടുത്ത മൊമെന്റിൽ എന്താ നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ടേം ഇൻഷുറൻസ് വളരെ പ്രധാനമാണ് നമ്മുടെ ജീവിതത്തിൽ. മാസം ഏകദേശം 400 രൂപ മുതൽ 500 രൂപ വരെ പ്രീമിയത്തിൽ തന്നെ നിങ്ങൾക്ക് പ്ലാനുകൾ ഒരുപാട് അവൈലബിൾ ആണ് ഇപ്പോൾ പോളിസി ബസാറിൽ. സോ 51ലധികം ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാനുകൾ തമ്മിൽ താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. കൂടാതെ 15% വരെ ഇപ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കും. നിങ്ങളുടെ കുടുംബത്തിന് കോടികൾ വരെ പരിരക്ഷ ലഭിക്കുന്ന പ്ലാനുകൾ തിരഞ്ഞെടുക്കാനുമാകും. ഒപ്പം ഒരു ഹെൽത്ത് ഇൻഷുറൻസും നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ഒരു ആശുപത്രി ചെലവ് തന്നെ നമ്മുടെ സാമ്പത്തിക പദ്ധതികളെ വളരെ മോശമായ രീതിയിൽ ബാധിച്ചേക്കാം. അതിനാൽ ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാണ്. മാസം 400-500 രൂപ മുതൽ പ്രീമിയത്തിൽ പ്ലാൻ ലഭ്യമാണ്. കോടികൾ വരെ കവറേജും ലഭിക്കും. ഒപ്പം 25% ഡിസ്കൗണ്ടും ഇപ്പോൾ അവൈലബിൾ ആണ്. 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ട് പ്ലസ് 51ലധികം ഇൻഷുറൻസ് പങ്കാളികൾ, കൂടാതെ സഹായത്തിനായി ഒരു ഡെഡിക്കേറ്റഡ് ഹെൽത്ത് മാനേജറും ലഭ്യമാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡെലിവറി പേഴ്സൺ വഴി. ചില പ്രദേശങ്ങളിൽ LPG ഡെലിവറി ജീവനക്കാർക്ക് ബയോമെട്രിക് ഒതന്റിക്കേഷൻ സൗകര്യം നൽകിയിട്ടുണ്ടാവും. സോ ഈ ഡെലിവറി പേഴ്സൺ നിങ്ങൾക്ക് വീട്ടിൽ വന്നിട്ട് ഇത് കൊണ്ടുതരുമല്ലോ സിലിണ്ടർ. ആ സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ KYC ചെയ്തിട്ടില്ല, ആ സൗകര്യം നിങ്ങൾക്ക് ലഭ്യമാണോ, നിങ്ങൾക്ക് ചെയ്തുതരാൻ പറ്റുമെന്ന്. അപ്പോൾ അവർ ഓക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ വഴി ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് KYC ചെയ്യാനുള്ള 3 വഴികൾ. നമ്പർ 1 എന്ന് പറയുന്നത് മൊബൈൽ വഴി. രണ്ടാമതായി നിങ്ങൾക്ക് എവിടെയാണോ ഗ്യാസ് നിങ്ങളുടെ ഓഫീസ് വരുന്നത് അവിടെ പോവാം. മൂന്നാമതായി നിങ്ങളുടെ ഡെലിവറി പേഴ്സൺ വഴി. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. ഇനി ഇതിന്റെ കൂടെ നമുക്ക് സബ്സിഡി ലഭിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൂടി പറയാം. LPG സബ്സിഡി ലഭിക്കുന്ന കസ്റ്റമേഴ്സ് ബാങ്ക് അക്കൗണ്ട്, അതുപോലെ ആധാർ ലിങ്കിങ്, LPG കൺസ്യൂമർ ഡീറ്റെയിൽസ് ഇതെല്ലാം ശരിയാണോ എന്ന് പരിശോധിക്കണം. കാരണം ചെറിയൊരു തെറ്റുപോലും സബ്സിഡി ക്രെഡിറ്റ് ആകുന്നതിൽ വലിയ പ്രശ്നം ഉണ്ടാക്കാം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും മൊബൈൽ നമ്പറും അപ്ഡേറ്റ് ആണോ എന്ന് പരിശോധിക്കുകയും ചെയ്യുക. ഇനി മറ്റൊരു സംശയമാണ് എല്ലാവരുടെയും, നമ്മൾ കണക്ഷൻ ഉള്ള ആളുടെ പേരുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ആള് മരണപ്പെട്ടാൽ എന്ത് ചെയ്യും എന്നുള്ളത്. പല വീടുകളിലും LPG കണക്ഷൻ പഴയ കുടുംബാംഗങ്ങളുടെ പേരിലായിരിക്കും എടുത്തിട്ടുണ്ടാവുക. ഉദാഹരണത്തിന് അച്ഛന്റെ പേരിലായിരുന്നു കണക്ഷൻ ഉണ്ടായിരുന്നത്, സോ അച്ഛൻ ഇപ്പൊ ഇല്ല. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ വരികയാണെങ്കിൽ ആ ഉള്ള ആളുടെ പേരിൽ തന്നെ തുടരാതെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ശരിയായ നടപടി. സോ പുതിയ ഉടമയുടെ പേരിൽ കണക്ഷൻ മാറ്റിയ ശേഷം മാത്രമേ കാര്യങ്ങൾ ശരിയായി അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി. ഇനി നിങ്ങളുടെ KYC സ്റ്റാറ്റസ് എങ്ങനെ പരിശോധിക്കാൻ നോക്കിയാലോ, അതായത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയില്ല ഇനി അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ടോ, ഇങ്ങനത്തെ സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ LPG കമ്പനിയുടെ ഒഫീഷ്യൽ ആപ്പ് തുറക്കുക. അവിടെ കൺസ്യൂമർ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ദെൻ പ്രൊഫൈൽ ഓർ KYC സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം, അത് നിങ്ങൾക്ക് പരിശോധിക്കാം. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പരിശോധിക്കാം. അതും അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടറിനെ നിങ്ങൾക്ക് ബന്ധപ്പെടാം, അവരോട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, അതായത് ഞാനിനി KYC ചെയ്യണോ, എൻ്റെ ഓൾറെഡി അപ്ഡേറ്റഡ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, KYC ചെയ്യുന്നതിനായി ഒരിക്കലും നിങ്ങൾ മറ്റൊരാളോട് OTP പറയരുത്. അതുപോലെ ബാങ്ക് വിവരങ്ങൾ നൽകാതിരിക്കുക. സംശയാസ്പദമായ ലിങ്ക് വന്നു കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്താൽ സുഖമായിട്ട് എനിക്കിനി KYC ചെയ്യാലോ എന്ന് വിചാരിച്ച് അതൊന്നും ചെയ്യരുത്. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ 3 രീതികളിൽ മാത്രമേ നിങ്ങൾക്ക് KYC അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റ് അറിയണമെങ്കിലോ LPG കമ്പനിയുടെ ഒഫീഷ്യൽ ആപ്പ് അല്ലെങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റ്, അതും അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടർ, ഇത് 3 രീതിയിൽ മാത്രം നിങ്ങളത് ചോദിച്ചറിയുക അല്ലെങ്കിൽ അന്വേഷിച്ചറിയുക. LPG KYC എന്നത് നിങ്ങളുടെ ഗ്യാസ് കണക്ഷന്റെ സുരക്ഷയ്ക്കും വിവരങ്ങളുടെ കൃത്യതയ്ക്കും വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട നടപടിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വൈകാതെ തന്നെ നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെടുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും ഗ്യാസ് ഉപയോഗിക്കുന്ന മറ്റു സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഇതുപോലെയുള്ള ഒരുപാട് അപ്ഡേറ്റ്സ്, സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് സ്കീംസ്, ഇതെല്ലാം അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അജ്ന സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല, ബി ദ ബോസ്.